നമസ്കാരം. തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ആദ്യത്തെ നമ്പർ 1111 ആകുന്നു. രണ്ടാമത്തെ നമ്പർ 2222 ആകുന്നു. ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വിശേഷാൽ മഹാലക്ഷ്മി പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നമ്പറായ 1111 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആയുരാരോഗ്യം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഇപ്പോൾ അനുഭവിക്കുന്നതായ പല രോഗദുരിതങ്ങളിൽ നിന്നും ഒരു പരിധിവരെ രോഗമുക്തി ലഭിക്കുന്നതായ സമയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് ഫലം. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ അവസരങ്ങളാണ് ഇത്. അതിനാൽ തന്നെ ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. കൂടാതെ ആഗ്രഹിച്ചതായ നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ അല്പം വൈകിയാലും നടക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. അതിനാൽ തന്നെ ഇപ്പോൾ ആ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ടതായ സാഹചര്യമില്ല എന്ന് തന്നെ പറയാം. താൽക്കാലികമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ആ ദുഃഖവും ദുരിതങ്ങളും ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്നതായ സമയങ്ങൾ സംജാതമാകും. ശാരീരികമായും മാനസികപരമായും നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. ആ ആഗ്രഹം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് നേട്ടങ്ങൾക്കോ സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അല്പം ആലസ്യമുണ്ട്, ക്ഷീണം വർദ്ധിച്ചിരിക്കുന്നതായ അവസ്ഥയുണ്ട്. അതിനാൽ തന്നെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങളിൽ പല അവസരങ്ങളിലും കടന്നു വരുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്നവരായ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മടി മാറുകയും ക്ഷീണം ഒഴിവാക്കി ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. മനസമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഏകാഗ്രതയോടെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. കഴിവുണ്ടായിട്ടും കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ അർഹമായ കാര്യങ്ങൾ ലഭിക്കാതിരിക്കുന്നതിന് അത് കാരണമായി തീരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. വിവേകത്താൽ ഇനി പെരുമാറുന്നതിനാൽ അഥവാ വിവേകത്താൽ പെരുമാറുവാൻ സാധിക്കുന്നതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് തൊഴിൽ രംഗത്തും ഉയർച്ചകൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. സമ്പാദ്യശീലം ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കും. ധനപരമായ നേട്ടങ്ങൾ വന്ന് ഭവിക്കാവുന്നതാണ്. വിചാരിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. സുഖവും ദുഃഖവും ജീവിതത്തിൽ മാറിമറിഞ്ഞ് വരുന്നതായ സമയം. ചില അവസരങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ നടക്കുകയോ അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം. എന്നാൽ അല്പം കഴിയുമ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങൾ മാറിമറിയുകയും ദുഃഖവും ദുരിതങ്ങളും വിഷമതകളും സാമ്പത്തികപരമായ പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. അത്തരത്തിലുള്ള അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നതാണ് വാസ്തവം. എന്നാൽ ഇതിൽ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങൾക്കും കുറുക്കുവഴികളുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ കുറുക്കുവഴിയിലൂടെ പോകാതെ നേരായ വഴിയിലൂടെ മുന്നോട്ട് പോകണം എന്ന കാര്യം ഓർക്കുക. മുൻകരുതലുകൾ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് എടുക്കുന്നതും ശുഭകരമായി ഭവിക്കും. ശരിയായ പാതയിലൂടെ മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. ചുറ്റും ശത്രുക്കൾ നിങ്ങൾക്കുണ്ട്. അത് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. മറഞ്ഞിരിക്കുന്നതായ ശത്രുക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയും അവരെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും.
നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ചതികളെ മുൻകൂട്ടി മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകരുത് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അത് നേട്ടങ്ങൾക്ക് സഹായകരമായി തീരും എന്ന് കൂടി മനസ്സിലാക്കുക. രണ്ടാമത്തെ നമ്പറായ 2222 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അതിന് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അഭീഷ്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെയാണ് ഫലം. പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, എന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പലപ്പോഴും തട്ടിത്തെറിച്ച് പോകുന്നു, അഥവാ ആ ആഗ്രഹത്തിലേക്ക് ശരിയായ രീതിയിൽ എത്തുവാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ കാര്യങ്ങൾ മാറിമറിയും എന്ന കാര്യം ഓർക്കുക. അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ അവസരങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. നിരാശയിൽ പോയി പിന്നീട് നിങ്ങൾ ജീവിതത്തിലേക്ക് അഥവാ നിങ്ങളുടെ ശരിയായ കർമ്മപാതയിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളവരാണ് എന്ന് പറയാം. അതിനാൽ പലപ്പോഴും ജീവിതത്തിൽ ദോഷകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിന് വിഷമം നൽകുന്നതായ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയും അതിൽ നിന്നും കരകയറുവാൻ സാധിക്കുന്നവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകത തന്നെയായി പരാമർശിക്കാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ നടക്കുവാൻ താല്പര്യപ്പെടുകയും അതിൽ തടസ്സങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു. എന്നാൽ അതെല്ലാം മാറുകയും കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതിനും പല കാര്യങ്ങളിലും അനുകൂലമായ രീതിയിൽ വിജയം നേടുന്നതിനും സാധിക്കും എന്ന കാര്യം ഓർക്കുക. പണം സമ്പാദിക്കാനുള്ള ചില വഴികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറക്കും എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈശ്വരാധീനം ജീവിതത്തിൽ പല കാര്യങ്ങളാൽ തട്ടിത്തെറിച്ച് പോയിട്ടുണ്ട് എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും നിങ്ങൾ ഈശ്വരാധീനം നിലനിർത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതിനാൽ ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടിയായി കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. ചില വ്യക്തികൾ നിങ്ങളോട് കാണിക്കുന്നത് കപട സ്നേഹമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അവർ നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നു എന്നതാണ് വാസ്തവം. അതിൽ ചില വ്യക്തികളെ തിരിച്ചറിയുവാൻ സാക്ഷാൽ ഇഷ്ടദേവതയുടെ കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ബന്ധങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അഥവാ ഒരു വ്യക്തിയെ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പല രീതിയിലുള്ള ദുരിതങ്ങൾ വന്നു ചേരുന്നതിന് അത് കാരണമായി തീരും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം ഓർക്കുക. മറഞ്ഞിരിക്കുന്നതായ ശത്രുക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന സമയം വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. നല്ല കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ചെയ്യുവാനും അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനും സഹായകരമാകും. അതിനാൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നതായ ദുഃഖങ്ങളും ദുരിതങ്ങളും താൽക്കാലികമാണ് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണ്ടതാകുന്നു. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ കൃത്യതയോടെ തന്നെ നിങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്താൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. സൗഭാഗ്യം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. സൗഭാഗ്യം കടന്ന് വരുന്നതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. പുറമേ കാണുന്ന ഭംഗിയിൽ നിങ്ങൾ ഒരു കാരണവശാലും ആകൃഷ്ടരാകരുത് എന്ന കാര്യവും ഓർക്കുക. അത്തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ പലരുടെയും വാക്കുകേട്ട് പല കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുകയും അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും. എടുത്തുചാട്ടം പാടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. വാക്കും പ്രവൃത്തിയും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ അവസരമാണ് വന്നു ചേരുക. അതിനാൽ അത്തരം കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ശരിയായ രീതിയിൽ ചിന്തിക്കേണ്ടതും അഥവാ പ്രവർത്തിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്നതായ സമയമാണ്. അതിനാൽ തന്നെ മനക്കരുത്ത് നിങ്ങൾക്ക് വന്നു ചേരുകയും പല കാര്യങ്ങളെയും നേരിടുവാനുള്ള ത്രാണി നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യുന്നതാണ്. പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യാവുന്നതാണ്.
വരുമാനം ശ്രദ്ധിച്ച് ചിലവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജീവിതം ഭദ്രമാകുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും.